ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതിൽ കിടക്കുന്നത് എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇത് കണ്ടാൽ തോന്നുക എന്തോ കാപ്പിപ്പൊടിയോ തേയിലപ്പൊടിയോ മറ്റോ എവിടെയോ ഇരുന്ന് കട്ടി പിടിച്ച് അത് എടുത്തൊരു ലായനിയിൽ ഇട്ടിരിക്കുകയാണ് എന്നാണ് ഇത് കണ്ടാൽ വിചാരിക്കുക. സത്യത്തിൽ ഇതല്ല. എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ സഹോദരനെ അടിയന്തരമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തതിന് ശേഷം കാലിലുണ്ടായ മരവിപ്പ്, അതിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് സ്കാൻ ചെയ്ത് പരിശോധിച്ചപ്പോൾ കാലിലെ ഞരമ്പുകളിൽ നിന്ന് വലിച്ചെടുത്ത സംഗതിയാണ്. ഇത് നിക്കോട്ടിനാണ്. ഇത് പുകയുടെ അംശം അടിഞ്ഞടിഞ്ഞടിഞ്ഞ് നിക്കോട്ടിനും ടാറും എല്ലാം കൂടി ചേർന്ന് എത്തിച്ചേർന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഇത് പറയുമ്പോൾ ഞാനും ഒരു കുറ്റബോധത്തോടെയാണ് പറയുന്നത്. പക്ഷേ എനിക്കിന്ന് പറയാനുള്ള അനുഭവവും അവകാശവും ഉള്ളതുകൊണ്ട് കൂടിയാണ് നിങ്ങളുമായി ഇത് പങ്കുവെക്കുന്നത്. ഏതാണ്ട് 30-32 വർഷക്കാലത്തോളം വലിയ ശക്തമായല്ലെങ്കിലും സാമാന്യേന നന്നായി പുകവലിച്ചൊരാളായിരുന്നു ഞാൻ. പലപ്പോഴും അത് ഈ പ്രോജക്റ്റ് ഉണ്ടാക്കൽ, യാത്രകൾ, അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് ചിലതൊക്കെ ചിന്തിക്കുമ്പോൾ സമ്മർദ്ദം, അല്ലെങ്കിൽ മറ്റ് പല റീസൺസും ഇതിന് കാരണമായി ഞാൻ കണ്ടെത്തി. നമ്മൾ ഉണ്ടാക്കിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഉണ്ടാകുന്നതാണ് എന്ന് വിചാരിക്കുമ്പോഴും ഉണ്ടാകുന്നതല്ല, അത് തനിയെ ഉണ്ടായിത്തീരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു അബദ്ധവും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാനിതുവരെ അത് പറയാതിരുന്ന ഒരു സംഗതി കൂടിയാണ്. അത് വേറൊന്നുമല്ല, അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ നമ്മുടെ നിക്കോടെക്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഈ നാക്കിനടിയിലിടുന്ന ഒരു മെഡിസിൻ പോലെയുള്ള ഒരു ചൂയിങ്കം ഉണ്ട്. അത് ഈ നാക്കിനടിയിൽ ഇട്ടുകൊണ്ട് ഒരിക്കൽ വീഡിയോ എടുത്തപ്പോൾ ഈ കുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളത് നാക്കിൽ നിന്നത് തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി കുൽഫു എന്ന തരത്തിലേക്ക് ആ ശബ്ദം പുറത്തു വരികയും എന്നെ നന്നായി അത് വെച്ച് എല്ലാവരും ട്രോളുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് ആ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് വിചാരിച്ചു. എൻ്റെ സഹപ്രവർത്തകരും പറഞ്ഞു, അതിപ്പോൾ പറയണ്ട, അതിനെ പിന്നെ നമ്മളെന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ന്യായീകരിക്കാൻ വേണ്ടിയാണെന്ന് പറയും. യഥാർത്ഥത്തിൽ സത്യമായി അന്നുണ്ടായ ഒരു സംഗതി അതായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അതോടുകൂടി ഈ സംഗതി ഞാൻ അവസാനിപ്പിച്ചു. അത് അവസാനിപ്പിച്ചതിന് ശേഷം എൻ്റെ പല സുഹൃത്തുക്കളോടും, കാരണം നമ്മളിത് വലിക്കുന്ന സമയത്ത് നമുക്ക് സവിശേഷമായ ഈ സാധനങ്ങൾ വാങ്ങിച്ച് തരുന്ന വളരെ ലൈറ്റായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ പറയുന്ന പല സുഹൃത്തുക്കളുണ്ട്. ഇതിനിടയിൽ വളരെ ഹെൽത്തിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതല്ലാത്ത വേറെ ചില സംഗതികളുണ്ടല്ലോ, പുതിയ കാലത്തിൻ്റെ സിഗരറ്റ്, ഇലക്ട്രോണിക് സിഗരറ്റ്. ഇപ്പോൾ പാർലമെൻറ്റിൽ ഈ സിഗരറ്റ് ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്തോ സമിതിയൊക്കെ പിന്നെ നിയന്ത്രിച്ച് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ചർച്ച നടന്നപ്പോഴാണ് ഞാനിത് പറയണം. ഒപ്പം ഈ ചിത്രം കൂടി കണ്ടപ്പോൾ ഞാൻ ഓർത്തത്. അങ്ങനെ ചില സാധനങ്ങൾ ചിലർ വാങ്ങിത്തന്നു. അത് വാങ്ങുമ്പോൾ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സൗകര്യമാണ്, പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല. ഇതുണ്ടാക്കുന്ന ചില പ്രയാസങ്ങൾ വളരെ പ്രയാസകരമായ സംഗതിയാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നമ്മളൊരു തരം അടിമയെപ്പോലെ ആയിത്തീരും. അതിൻ്റെ കാശെന്ന് പറയുന്നൊരു ഘടകമുണ്ട്, അതൊരു പ്രധാന ഘടകമാണ്. അത് നമ്മൾ ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ഒരെണ്ണത്തിന് 2 രൂപയാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ 2.5 രൂപ. എന്താണ് വർദ്ധിപ്പിച്ചത് എന്ന് പോലും ചോദിക്കാനൊക്കില്ല. വാങ്ങുക, ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു വശത്ത് കാശിൻ്റെ നഷ്ടം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഒരുപാട് സോഷ്യൽ ഗ്രൂപ്പുകളിലും ഗ്യാങ്ങുകളിലും സോഷ്യൽ ഗെറ്റ് ടുഗദർ സ്ഥലങ്ങളിലൊക്കെ ഇത് വലിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണെന്ന് മാത്രമല്ല, ഇതിനോട് അസഹനീയത പ്രകടിപ്പിക്കുന്നവരുടെ എണ്ണമാണ് വളരെ കൂടുതലുള്ളത്. പണ്ട് കാലത്ത് ഈ മേശയിട്ടൊക്കെ കണക്കെഴുതാൻ, കല്യാണ വീട്ടിൽ കാശൊക്കെ എഴുതാൻ നിൽക്കുമ്പോൾ ഇത് സിസറ്, ചാറ്, വിൽസൺ എന്നൊക്കെ പറഞ്ഞ് പല പല പാത്രങ്ങളിൽ ഇത് കൊണ്ടുവച്ച ആളുകൾക്ക് യഥേഷ്ടം സൽക്കരിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്. മൂന്നാമത്തെ കാര്യം, നമ്മൾ വിദേശ രാജ്യങ്ങളിലോ ഒക്കെ ചെന്നാൽ ചില ഹോട്ടലുകളിലൊക്കെ ഇത് കംപ്ലീറ്റ് ബാനാണ്. പക്ഷേ നമുക്കിത് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ്? ചിലപ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ, ചിലപ്പോൾ ആഹാരം കഴിച്ചു കഴിഞ്ഞ്, ചിലപ്പോൾ അത്തരം ചില സന്ദർഭങ്ങളിൽ. അപ്പോൾ നമ്മളെ വലിയ ഗസ്റ്റായി പോയി ഏറ്റവും കൂടിയ ഹോട്ടലിൽ താമസിക്കുമായിരിക്കും, പക്ഷേ നമുക്ക് ബാത്റൂമിൽ പോകാൻ രാവിലെ പറ്റില്ല. പല സന്ദർഭങ്ങളിലും സുഹൃത്തുക്കളെ വിളിച്ച് ദുബായിലൊക്കെ ആയിരിക്കുമ്പോൾ ഈ മസ്ജിദുകളുടെയൊക്കെ ടോയ്ലറ്റ് തേടി ചിലപ്പോൾ പോകേണ്ടി വരുന്ന വളരെ ക്രേവിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഞാനിത് പറയുമ്പോൾ ഇപ്പോഴും ഇത് തുടരുന്നവർക്കെല്ലാവർക്കും ഇത് അനുഭവപ്പെടുന്ന ഒരു സംഗതി കൂടിയാവും. നമ്മുടെ ബുദ്ധി ഉണരുന്നെന്ന് തോന്നും. ഭയങ്കര ക്ലവർ, സ്മാർട്ടായിട്ടുള്ള
ഒരു കെമിക്കലാണ് ഈ നിക്കോട്ടിൻ എന്ന് പറയുന്നത്. ഈ പക്ഷാഘാതത്തിനും ഹൃദയാഘാതത്തിനുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്നുകൂടിയാണ് ഇതെന്നുള്ളതാണ് ഒരു സത്യം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഗതി ഇപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, ഞാൻ അവനെ കാണുമ്പോൾ ഇത് നിർത്തിയതിന് ശേഷം പറയുമായിരുന്നു, നീ അങ്ങ് നിർത്തണേന്ന്. അപ്പോൾ അത് കുഴപ്പമില്ല, ഇത് തീരെ ലൈറ്റാണ്, ഇതിൽ 1% ഉള്ളൂ, 0.5 ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ വളരെ പെട്ടെന്ന് നെഞ്ചുവേദന വന്നു, കൊണ്ട് കാണിച്ചപ്പോൾ 2 ബ്ലോക്ക്, ഒരു ബ്ലോക്ക് ഏതാണ്ട് 90% പെട്ടെന്ന് സ്റ്റെൻറ്റ് ഇട്ട് സംഗതി സ്മൂത്താക്കി. ഞാൻ പറഞ്ഞത് ഈ വലി തുടരുന്നവരോടാണ് പറഞ്ഞത്, ഇതിലൊരു ക്രാഷ് ലാൻഡിങ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് ക്രാഷ് ലാൻഡ് ചെയ്യും. ഇത് ഇടിച്ചിറക്കലേ പറ്റുള്ളൂ, തകർന്നു വീഴലാണ് അവസാനം സംഭവിക്കുക. അതിന് മുമ്പേ ഇത് ഇന്ന് തന്നെ, ഇത് കേൾക്കുമ്പോൾ തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഏറ്റവും ബെറ്ററാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിനൊരു സമയക്രമമൊന്നും വെച്ച് സാധ്യമാവില്ല. നോമ്പാകുമ്പോൾ നിർത്താം, അല്ലെങ്കിൽ ഈ മാസം കൂടെ അങ്ങ് തീരട്ടെ, അല്ലെങ്കിൽ വാങ്ങിച്ചതങ്ങ് തീരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ നിർത്തിയ ദിവസം എൻ്റെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റിൻ്റെ എക്യുപ്മെൻറ്റും ഏതാണ്ട് 4-5 പാക്കറ്റ് സംഗതികൾ കൂടെ വെച്ചിട്ടുണ്ട്. ഈ സിഗരറ്റിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് പോലും ശരിക്കും സയൻറ്റിഫിക്കായി പഠിക്കാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചോ ഒന്നും ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് നിർത്തലാണ് നല്ലത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഒരു ചെറിയ രോഗം 1 മാസം വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു 5 ലക്ഷം രൂപ ലാഭമാണ് എന്ന തരത്തിലാണ്. ഒരു അനുഭവസ്ഥനായ ആൾ കൂടി ആയതുകൊണ്ടാണ് ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ തുടങ്ങിയതാണ് ഈ അഭ്യാസം. ഈ പറഞ്ഞ സംഗതിയൊക്കെ ആസ്വദിച്ചു, നല്ല സുഖവും സന്തോഷവും ഒക്കെയുള്ള കാര്യമാണ്. ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ സുഖങ്ങളിൽ ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണെന്ന് ഞാൻ പറയും. പക്ഷേ അതൊരു താൽക്കാലിക സുഖത്തിനപ്പുറം ഒരു വലിയ ക്രാഷ് ലാൻഡിങ്ങിനുള്ള ഒരു പ്രധാനപ്പെട്ട ബിഹേവിയറാണ്. അതുകൊണ്ട് അത് നിർത്തുക തന്നെ വേണം. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പങ്കുവച്ചത്. എത്രയും പെട്ടെന്ന് നിർത്തുന്നോ അത്രയും നന്ന് എന്നതാണ് അതിൽ എൻ്റെ ഒരു അനുഭവം.